ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്ന് നമുക്ക് നല്ല ചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളത് നന്നായിട്ട് കുഴച്ച് കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ കുഴയ്ക്കാറുണ്ടോ? ഇത് ഇന്നലത്തെ വൈകിട്ടത്തെ വീഡിയോ ആണ്. ഇന്നലെ വൈകിട്ട് നമ്മുടെ റോഡെല്ലാം കുത്തിപ്പൊളിച്ചു ഗൈസ്. ഇശാൻകുട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ JBC വന്ന് കുത്തിപ്പൊളിച്ചു ഞങ്ങളുടെ റോഡെല്ലാം. അപ്പോൾ കുറേ നാളായിട്ട് പണിയാതെ കിടന്ന് നമ്മുടെ റോഡിനൊരു മോചനമാകാൻ സമയമായിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അറിയത്തില്ല ഗൈസ്, ഇനി ഇത് കുത്തിപ്പൊളിച്ചോട് ഇട്ടേക്കുമെന്നും അറിയത്തില്ല. അപ്പോൾ ഇശാൻകുട്ടൻ അംഗനവാടിയിൽ നിന്ന് വന്ന സമയത്തായിരുന്നു നമ്മുടെ വീടിൻ്റെ വാതക്കെ JCB വന്നത്. അവൻ JBC എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ JBC കാണാനായിട്ട് ഡ്രസ്സ് പോലും മാറാതെ ആ വാതക്കയിലിരുന്ന് സ്നാക്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെരുപ്പ് പോലെ ചെറുക്ക ഊരിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഓടി അങ്ങോട്ട് പോയി അതിൻ്റെ അടുത്ത് വരുന്ന കാണും, പിന്നെ ഇവിടെ വന്നിരിക്കും. അതൊക്കെയായിരുന്നു എൻ്റെ പരിപാടികൾ. അത് കഴിഞ്ഞിട്ട് എന്നോട് ഓരോ കഥകൾ അതിനെപ്പറ്റി ചോദിക്കുകയാണ് കേട്ടോ. അതാണ് ഈ വീഡിയോയ്ക്കകത്ത്. എന്നെപ്പറ്റി എന്ന് വെച്ചാൽ അമ്മ അത് അപ്പൂപ്പൻ്റെ വണ്ടിയാണോ, അങ്ങനാണോ, ഇങ്ങനാണോ, പിന്നെ പിള്ളേരല്ലേ, അവർക്ക് നൂറ് ചോദ്യങ്ങളൊക്കെ കാണും. അങ്ങനെ ആ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ഓംപ്ലേറ്റ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഓംപ്ലേറ്റ് കഴിച്ചു ഗൈസ്. ഇതുണ്ട്, ഈ മുളക് ചമ്മന്തിയും കൂട്ടി ഓംപ്ലേറ്റ് കഴിക്കണം, നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നമ്മൾ ഫോൺ കടയിലൊന്ന് പോകണമായിരുന്നു. ഇശാൻകുട്ടനെ അങ്ങനോടെ വിട്ടിട്ട് പിറ്റേ ദിവസം നമ്മൾ ഫോൺ കടയിലൊന്ന് കയറി. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് ചില്ലി പനീർ ഉണ്ടാക്കുകയാണ്. ഈ ചില്ലി പനീറിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാവേ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. ഞാനിത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല, ഞാനൊരു യൂട്യൂബ് കണ്ടുണ്ടാക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ തന്നെ നല്ലതെന്ന് പറയുമല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. സോസൊക്കെ ചേർക്കണം, എങ്കിലല്ലേ ആ ചില്ലി പനീറിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേമ്പാണെങ്കിൽ അപ്പുറത്തുനിന്ന് മാമി കൊണ്ട് തന്നെയാണ്. അപ്പം എനിക്ക് ഈ വക ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ ഇന്ന് എനിക്കിത് കുഴച്ച് കഴിക്കണമെന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ ഇത് കുഴച്ച് കഴിക്കാനായിട്ട് ഇതെല്ലാം ചെത്തിയിട്ട്, എൻ്റെ മന്ദബുദ്ധിത്തരം എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും ചേമ്പ് കട്ട് ചെയ്തിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. ഞാനത് മുഴുവനായിട്ട് വേവിക്കാൻ വെച്ചു. വിസിലടിച്ചിട്ടൊന്നും അത് വേകുന്നില്ല ഗൈസ്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അത് വേകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറയും, മോളെ അത് കട്ട് ചെയ്തിട്ടാണ് വിട്ടത്. ഞാനല്ലമ്മേ, ഞാൻ മുഴുവനോടെ ഇട്ടത്. പിന്നെ ഒരു 3-4 വിസിലും കൂടെ അടുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നല്ല മഷി പോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കുഴച്ചെടുക്കുവാണ്. ഇതുപോലെ കടുകൊക്കെ പൊട്ടിച്ച്, ജീരകവും കടുകൊക്കെ പൊട്ടിച്ച്, വറ്റൽമുളകും സവാളയും പച്ചമുളകും പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടിയിട്ട് ആ പച്ചമുളക് ഒന്ന് മാറിയിട്ട് നമ്മുടെ കിഴങ്ങല്ല ഗൈസ്, ചേമ്പ് ഉടച്ചതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചേമ്പ് ഇതുപോലെ ഉടച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി താഴെ പോയി, പിന്നെ നമ്മളതെടുത്താൽ കളഞ്ഞു. അപ്പോൾ എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. നല്ല പോലെ മിക്സ് ചെയ്യണം. ഇത് ഞാൻ ഈ സാധനം വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊന്നും നടന്നില്ലായിരുന്നു കേട്ടോ. അവസാനം ഞാൻ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നല്ല ചൂര മുളകിട്ട കറി ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല, കറി എല്ലാ വീട്ടിലും വെക്കുന്നതല്ലേ. പിന്നെ ഇതൊരു സ്പെഷ്യലായിട്ട് വെക്കുന്നതുകൊണ്ടാണ് ചേമ്പ് ഇങ്ങനെ കുഴച്ച വീഡിയോ ഞാൻ എടുത്തത്. പിന്നെ കൂട്ടത്തിൽ മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിച്ചപ്പോൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വേറൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.